അങ്ങനെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് 5 ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പൂണ്ടിയിലാണുള്ളത്. എന്താ പറയുക, അടിപൊളി ഗ്രാമമാണ് കേട്ടോ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞ് പോകുന്ന കാരണം ഇവിടെ ഒന്നും സ്റ്റേ അടിക്കാനുള്ള ഒന്നും നമ്മൾ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പൂണ്ടിയിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ചെടികൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മളവിടെ ഇറങ്ങിയിട്ട് 2-3 ചെടി തൈകളൊക്കെ അവിടുന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരാളെ കണ്ട് നമ്മളെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പൂണ്ടിരാജനെ, പക്ഷെ അത് വീഡിയോ എടുക്കാനോ അവിടെ വണ്ടി നിർത്താനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഞങ്ങളെ ബാക്കിലുള്ള ഒരു ടീംസുകൾ വന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഇനി വേറെ റോഡ് വഴി നമുക്ക് പോവാം, ഇനി കൊടൈക്കനാലിലേക്ക് പോകണ്ടെന്നായിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് അവർ നമ്മളോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് നമുക്ക് പോകാൻ പറ്റൂല ആ വഴിയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കൊടൈക്കനാലിലേക്ക് വണ്ടി തിരിച്ചു. അവിടുന്ന് നമ്മൾ കുറച്ചുകൊണ്ട് എത്തിയപ്പോഴാണ് ഭയങ്കര കോട ഇറങ്ങിയത് കേട്ടോ. നല്ല കോട എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ വണ്ടിയൊന്നും പോണത് കാണൂല ശരിക്കും. ഇതുപോലെ ലൈറ്റ് അടിച്ചിട്ട് വേണം പോകാൻ. ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ 4:30-5 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളിവിടെ ഇറങ്ങി ഓരോ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെയാണ് വണ്ടികളൊക്കെ പോണത്. അത്രയും നമുക്ക് ഒരാളെ പോലും ശരിക്ക് വണ്ടികളും ആൾക്കാരെയും ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി നമ്മളിവിടെ പോകുമ്പോഴും എൻ്റെ മകൾ നല്ല അടിപൊളി നൂഡിൽസ് നിന്ന് റീൽസ് എടുത്തിട്ടാണ് കേട്ടോ ഇവിടെ വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി. ഈ ഒരു കോട കാരണം അത്യാവശ്യം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. 9 മണിയോടെ അടുത്തിട്ടാണ് നമ്മൾ കൊടൈക്കനാലിൽ എത്തിയത് കേട്ടോ. ഇത്രയും ടൈമായ കാരണം ഇനി വീട്ടിൽ പോക്ക് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് എന്തുണ്ടായിരുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ.